വെൽക്കം ബാക്ക് ടു ചാനൽ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രസ്റ്റിന്റെ വലിപ്പം വ്യത്യസ്തമായിട്ട് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ നിപ്പിൾസിനൊക്കെ ചുറ്റും കുറച്ച് രോമങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? എങ്കിൽ ടെൻഷൻ വേണ്ട. അപ്പം നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട 10 സ്വാഭാവിക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങളുടെ ബ്രസ്റ്റിന്റെ വലുപ്പത്തിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആയിരിക്കാം. ഇതൊക്കെ കണ്ട് പേടിച്ചു പോയിട്ടുള്ളവരുണ്ട്. ഇത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂരിഭാഗം സ്ത്രീകളിലും രണ്ട് ബ്രസ്റ്റിനും ചിലപ്പം ഒരേ ഷേപ്പ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരേ വലുപ്പമായിരിക്കത്തില്ല. സാധാരണഗതിയിൽ ഇടതുവശത്ത് ഇച്ചിരി വലുതും വലതുവശത്ത് ഇച്ചിരി ചെറുതും ആയിരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിരിക്കും. പിന്നെ നമ്മുടെ എല്ലാ സ്ത്രീകളുടെയും ബ്രസ്റ്റും ഒരേ ഷേപ്പിലായിരിക്കത്തില്ല. ചിലപ്പം ഒരെണ്ണം ഈ വലതുവശത്തെ പൊങ്ങിയതും ഇടതുവശത്തെ താന്നും, അതേപോലെ ഇടതുവശത്തെ പൊങ്ങിയതും വലതുവശത്തെ താന്നുമായിരിക്കാം. അല്ലെങ്കിൽ രണ്ട് ഈ ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും പോയിന്റഡ് ആയിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അടുങ്ങിയുള്ളതായിരിക്കാം, ഇടുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ കുറേ സ്പേസ് ഒക്കെ ഈ വശത്ത് കുറേ ഗ്യാപ്പ് ഉണ്ടായിട്ട് കുറേ വശത്തോട്ട് ഈ നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡിലോട്ട് നീങ്ങിയിരിക്കുന്നതാകാം. അങ്ങനെ കുറേ ഷേപ്പുകളുണ്ട് ഈ ബ്രസ്റ്റിന് തന്നെ. അതുകൊണ്ട് എല്ലാവരുടെ ബ്രസ്റ്റും ഒരേ ഷേപ്പിലായിരിക്കില്ല. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് എന്താണെന്ന്. അപ്പം നിങ്ങളെല്ലാം വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ചിന്തയുണ്ട്, നമുക്ക് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നൊക്കെ ആണെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ ഈ ബ്രസ്റ്റിൽ പേശികളില്ല. ഇവയിൽ പ്രധാനമായിട്ടും കൊഴുപ്പും പാലിൻ്റെ ഗ്രന്ഥികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് വ്യായാമത്തിൽ കൂടെ നമുക്ക് ഇതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സാധിക്കത്തില്ല. ഈ ബ്രസ്റ്റിൻ്റെ ഒക്കെ വലിപ്പം കൂടുന്നതും കുറയുന്നതും അതിൻ്റെ കൊഴുപ്പിൻ്റെ അളവനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്യും. ശരീരഭാരം കുറയ്ക്കുകയാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാനും സാധിക്കും. ഇപ്പം ചിലർക്കുണ്ട് മെലിഞ്ഞതാണെങ്കിൽ ബ്രസ്റ്റ് സൈസ് ഇച്ചിരി കൂടുതലാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനും പണ്ടിങ്ങനെ ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യായിരുന്നു ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കൈ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്തതൊക്കെ. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായില്ല. ഞാൻ യൂട്യൂബ് നോക്കി ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യായിരുന്നു, പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. ഇനി അടുത്ത ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ശ്രദ്ധിച്ചറിയാം, ചെറിയ ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവർക്ക് പാല് കുറവായിരിക്കും ഒരു തെറ്റായ ധാരണ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വലിയ ബ്രസ്റ്റ് ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് പാല് ഇഷ്ടം പോലെ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊരു തെറ്റായ ധാരണ ആണ്. ഈ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാമറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണവും ബ്രസ്റ്റിൻ്റെ സൈസും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പം വലിയ ബ്രസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ ബ്രസ്റ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ അകത്ത് പാല് ഉണ്ടാവണമെന്നുമില്ല, ഇല്ലാതിരിക്കണമെന്നുമില്ല. അപ്പം ബ്രസ്റ്റിൻ്റെ സൈസും നമ്മുടെ മുലപ്പാലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ അടുത്തൊരു രസകരമായ കാര്യം പറയാം. നമ്മൾ ഈ ഓടുമ്പോഴും ചാടുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ്റ്റ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ചലിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം ഇതെങ്ങനെ 8ന്റെ ആകൃതിയിലാണ് ഇത് ചലിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് സ്പോർട്സ് ബ്രാ ധരിക്കണം എന്ന് പറയുന്നത്. എന്ത് വിചിത്രമായ ഇതാണല്ലേ? നമുക്കിനി ഓടുമ്പോൾ നോക്കാം 8ന്റെ ആകൃതിയിലാണോ ഇത് ചലിക്കുന്നതെന്ന്. നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു കല്ലിപ്പ് തോന്നുന്ന പോലെയൊക്കെ തോന്നാറുണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രജനോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണോ ഒക്കെ കാരണം നമ്മുടെ ഈ ബ്രസ്റ്റിൽ കൂടുതലായിട്ടുള്ള ദ്രാവകങ്ങൾക്ക് കെട്ടിക്കിടക്കുകയും ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് കുറച്ച് വലിപ്പം കൂടുതൽ തോന്നുകയും അല്ലെങ്കിൽ അതിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുകയും വേദനയൊക്കെ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, ഞാനിങ്ങനെ പണ്ട് പേടിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ളതെന്ന്. നിങ്ങളുടെ എല്ലാം ബ്രസ്റ്റിൻ്റെ ഈ നിപ്പിൾ ഏരിയയിൽ കുറച്ച് രോമ വളർച്ചയുണ്ടാകും, ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം എല്ലാവരും ഇതൊക്കെ കണ്ട് പേടിക്കാറുണ്ട്. പക്ഷേ ഇത് തികച്ചും സ്വാഭാവികമാണ്. ഈ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയും. ഇതുമായിട്ട് രോമ വളർച്ച ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. സാധാരണ ഒരു 3-4 രോമങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് സെൻസിറ്റീവ് ഏരിയ ആണ്. അവിടെ വാക്സ് ചെയ്യാനോ മറ്റ് ക്രീമുകളോ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾക്കൊരു പ്ലക്കർ വെച്ച് പറിച്ച് കളയുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേവ് ചെയ്ത് കളയുകയോ ചെയ്യാവുന്നതാണ്.
നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പ്രായമാകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇടിഞ്ഞു തൂങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രായം മാത്രമല്ല ഇത് ഇടിഞ്ഞു തൂങ്ങുന്നതിന് കാരണം, നമ്മൾ തെറ്റായ സൈസിലുള്ള ബ്രാ ധരിക്കുന്നത് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് തൂങ്ങാനുള്ള കാരണമായിരിക്കാം. അല്ലാതെ പുകവലി, പിന്നെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കറക്റ്റ് സൈസിലുള്ള ബ്രാ എന്തായാലും ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ബ്രാ സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലാത്തവർക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവരുടെയും നിപ്പിൾസ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. അത് പുറത്തേക്ക് തള്ളി നീക്കാം, ചിലർക്കത് പരന്നതായിരിക്കാം, ചിലർക്കത് ഉള്ളിലോട്ട് വലിഞ്ഞു നിൽക്കാം. ഇതെല്ലാം സ്വാഭാവികമാണ്. പിന്നെ അതിൻ്റെ കളറിൽ ഇപ്പം നമ്മുടെ സാധാരണ ഇന്ത്യൻ സ്കിന്നിന് അതൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിരിക്കും. നമ്മുടെ പുറത്തുള്ള ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ അതിനൊരു പിങ്കിഷ് കളറായിരിക്കും. അതെല്ലാം സ്വാഭാവികമാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ കളർ, ഈ നിപ്പിൾസ് ഏരിയയിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് DIYs ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊക്കെ തെറ്റായ കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് നോർമലായിട്ടും ഒരു ബ്രൗണിഷ് കളർ ആയിരിക്കും അവിടെ, അത് പിങ്ക് നിറമാക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ എത്ര വെളുത്തവരാണെങ്കിലും, വെളുത്ത് തുടുത്തിരിക്കുന്നവരാണെങ്കിലും അവിടെ ആ ഏരിയയിൽ ആ കളർ ആയിരിക്കും. അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് അവിടെ ഒരു പിങ്കിഷ് കളർ വരുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു സ്വാഭാവിക കാര്യം തന്നെയാണ്. നമ്മുടെ വജൈനൽ ഏരിയ മിക്കവാറും ഇന്ത്യൻ സ്കിന്നുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഡാർക്ക് കളറായിരിക്കും. ഇതെല്ലാം ഹോർമോണിൻ്റെ ഒരു ഇത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിന് കൂടുതൽ DIYസോ അല്ലെങ്കിൽ ക്രീമുകളോ ഒന്നും ആ ഭാഗത്ത് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഹൈലി സെൻസിറ്റീവ് ഏരിയാസ് ആണ്. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞു പാല് കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ ഒരു നിപ്പിൾ എന്ന് പറയുന്നത് ഉള്ളിലോട്ട് വലിഞ്ഞ നിപ്പിളും, ഒരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു നിപ്പിളും ആയിരുന്നു. പിന്നെ നമ്മൾ അമ്മമാരൊക്കെ പറയും ആ സമയത്ത് എണ്ണയിട്ട് പുറത്തോട്ട് വലിക്കണമെന്ന്. അതൊന്നും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ സക്ക് ചെയ്ത് അത് പുറത്തോട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ഡാർക്ക് കളർ ആയിരിക്കുമല്ലോ ഈ നിപ്പിളിൻ്റെ ഈ ഏരിയയിൽ, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ സക്ക് ചെയ്ത് അതിനൊരു കളറ് വ്യത്യാസം പിന്നീട് വരും. അത് സ്വാഭാവികമാണ്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായതിന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ഡാർക്കായിട്ട് ഏരിയ കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രമാ ഉണ്ടാവുള്ളൂ എന്നല്ലേ, പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. പുരുഷന്മാർക്കും ബാധിക്കാവുന്നതാണ്. പുരുഷന്മാരിൽ ചെറിയ തോതിൽ ഈ നമ്മുടെ സ്തനത്തിലെ കോശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരുപാട് കേസുകളൊന്നും റിപ്പോർട്ടില്ല, 1% കേസുകളൊക്കെ പുരുഷന്മാരിലും കാണുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മുടെ നിപ്പിൾ ഏരിയ അല്ലെങ്കിൽ ഏരിയോള ഏരിയയിൽ ചെറിയ കുരുക്കൾ വരുന്നുണ്ടെന്ന്. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ കൂടുതലായിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഡോക്ടറിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്. ഈ നിപ്പിളിൻ്റെ ഈ ഒരു ഡാർക്കൻ ഏരിയയിൽ ചെറിയ കുരു പോലെ പൊട്ട് നമ്മുടെ ഈ നെറ്റിയിലൊക്കെ വരുന്ന പോലെ കുരുക്കൾ വരുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്ത് പസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ റെഡ് കളറിൽ ഭയങ്കര വേദനയുള്ള കുരുക്കളൊക്കെ വരുവാണെങ്കിൽ ഡോക്ടറിൻ്റെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഏവേജ് ഏരിയയിലൊക്കെ നമുക്ക് ചെറിയ കുരുക്കളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. കാരണം അവിടെ കൂടുതൽ സ്വെറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി കൂടുതലായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങളത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ഈ ബ്രസ്റ്റ് സൈസിന്റെ പേരിൽ ഒരു വേൾഡ് റെക്കോർഡ് തന്നെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വാഭാവിക സ്ഥാനങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് ഗിന്നസ് റെക്കോർഡിൽ വന്ന ഒരു സ്ത്രീയാണ് ആനി ഹോക്കിൻസ് എന്ന് പറയുന്നത്. അവരുടെ ബ്രാ സൈസ് എന്ന് പറയുന്നത് 102 ആണ്. അത് ഭയങ്കര വലിയ ബ്രാ സൈസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രസ്റ്റിന്റെ ഭാരം എന്ന് പറയുന്നത് 39 കിലോയാണ്. ഒന്ന് ചിന്തിച്ച് നോക്ക്. ബ്രസ്റ്റ് സൈസ് കൊണ്ട് തന്നെ അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉറങ്ങുന്നത് സമയത്ത് ബ്രാ ധരിക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബ്രായൊക്കെ ധരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല പലരും കിടക്കുന്നത്, ചിലപ്പോൾ ചുരുണ്ട് കിടക്കുന്നവരുണ്ട്, മറിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഈ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കൂടുതലും നടക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ധരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ലൂസായിട്ടുള്ള ബ്രാ ധരിക്കുക.
ധരിക്കാം. ഏറ്റവും നല്ലത് ബ്രാ ധരിക്കാതിരിക്കുന്നത് തന്നെയാണ്. ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല, പക്ഷേ ബെറ്റർ എന്ന് പറയുന്നത് ബ്രാ ധരിക്കാതിരിക്കുന്നതാണ്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഈ പഠനങ്ങളൊക്കെ അനുസരിച്ച് ഈ പുരുഷന്മാരൊക്കെ സ്ത്രീകളെ ആദ്യം നോക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നോക്കുന്നത് നമ്മുടെ ബ്രസ്റ്റിലോട്ടാണെന്നാണ് പറയുന്നത്. ഇത് സ്ത്രീകളോട് മാത്രം പറയാനുള്ള രഹസ്യമാണ്, വേറെ ആരും കേൾക്കരുത്. ഇതൊരു വെറും നോട്ടം മാത്രമല്ല, അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ സ്ത്രീകളുടെ ആരോഗ്യം അളക്കുന്ന ഒരു അളവുകോൽ അല്ലെങ്കിൽ ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രേരണ കൂടിയാണെന്നാണ് ഇത് പറയുന്നത്. അത് ഒരു ശരിയായ കാര്യം തന്നെയാണ്. ഇപ്പം കുറച്ച് ഹെവി ബ്രസ്റ്റൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ടു പോകുക അവരുടെ ബ്രസ്റ്റിലോട്ടായിരിക്കും. അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും നമ്മൾ ചിലപ്പം പെട്ടെന്ന് നമ്മൾ കാണുമ്പം ഒരു വലിയ ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മളും ഒന്ന് നോക്കുന്നതാണ്. അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മളോട് പണ്ട് ഈ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, കമന്ന് കിടന്നുറങ്ങരുത്, കമന്ന് കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നെഞ്ച് ചളുങ്ങിപ്പോകും അല്ലെങ്കിൽ ചപ്പിപ്പോകും എന്നൊക്കെ പറയുന്നത് കേട്ടതല്ലേ. അത് ശരിയാണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കുറേ കാലം ഇങ്ങനെ കമന്ന് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ സ്ഥലത്തുള്ള ലിഗമെൻറ്റിന് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയും അവയുടെ ഈ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ കിടക്കുന്നത് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ ആ വശത്ത് നമുക്കൊരു തലയിണ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് വളരെ കറക്റ്റാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ കുറേ നേരം ഒരേ സ്ഥലത്ത് ഇങ്ങനെ പുഷ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതേപോലെ തന്നെയാണിത്. അപ്പം കമന്ന് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വേറെ പൊസിഷൻ നോക്കുക. പിന്നെ അടുത്തൊരു കാര്യം, ഈ ബ്രസ്റ്റും സെക്സും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ചില സ്ത്രീകളിൽ ഈ ബ്രസ്റ്റിൽ അല്ലെങ്കിൽ നിപ്പിൾസിൻ്റെ ഏരിയയിലൊക്കെ ടച്ച് ചെയ്യുന്നത് വഴി ഓർഗാസം ലഭിക്കാറുണ്ട്. ഈ ശാസ്ത്രീയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഈ നിപ്പിൾ ഏരിയ ഉത്തേജിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓക്സിറ്റോസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്ത് നോക്കി എല്ലാ മാസവും നമ്മളൊരു ബ്രസ്റ്റിന് ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഈ കക്ഷത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്തോ ഒക്കെ എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് നമ്മൾ കൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡിലൊക്കെ വലിപ്പ വ്യത്യാസം തോന്നുക, അല്ലെങ്കിൽ ചർമ്മമൊക്കെ വലിഞ്ഞു മുറുകയോ അല്ലെ പെട്ടെന്ന് കളർ ചേഞ്ച് ഉണ്ടാവുകയോ പെട്ടെന്ന് തന്നെ നമ്മുടെ നിപ്പിൾസ് ഉള്ളിലോട്ട് വലിഞ്ഞു പോവുകയോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്തം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒന്നും അവഗണിക്കരുത്. ഇപ്പോൾ നമ്മുടെ രേണു സുധിയുടെ ഒരു വാർത്ത കേട്ടല്ലോ, അവർക്ക് പണ്ട് മുതലേ ഒരു മുഴയുണ്ടായിരുന്നു. പക്ഷെ അതൊരു വേദനയില്ലാത്ത മുഴയായതുകൊണ്ട് അവരത് അവഗണിച്ചു. പക്ഷെ അതിപ്പോൾ ഒരു ക്യാൻസർ വരെ എത്തി. അതുകൊണ്ട് നമ്മൾ വേദന തോന്നുമ്പോൾ മാത്രമല്ല, വേദനയില്ലാത്ത മുഴകളും ചിലപ്പോൾ ക്യാൻസറിൻ്റെയൊക്കെ ലക്ഷണമാകാം. അപ്പം നമ്മൾ നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ശരീരം മൊത്തത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ അറിവുണ്ടായിരിക്കണം. അപ്പം സ്വന്തം ശരീരത്തെക്കുറിച്ചിട്ട് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. ഈ വിവരങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം താങ്ക് യു, ബൈ ബൈ, സ്റ്റേ ഹെൽത്തി.